ഹലോ കൂട്ടുകാരെ, ഇന്നൊരു പുതിയ കഥ കേട്ടാലോ? അപ്പോ നമുക്കിനി കഥയിലേക്ക് കിടക്കാം. എടി ഷൈനി, നീ ഇന്ന് സനോജിന്റെ കല്യാണത്തിന് വരുന്നുണ്ടോ? ഏയ്, ഞാനങ്ങും വരുന്നില്ല. ഏട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വഴക്ക് പറയും. ആ, പഴയ കാമുവിന്റെ കല്യാണത്തിന് പോകുമ്പോ പിന്നെ ഭർത്താവിന് പിടിക്കത്തില്ലല്ലോ. ആ, നീ ഏതായാലും വരണ്ട. നല്ല മട്ടൻ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാ കേട്ടത് റിസപ്ഷന്. അപ്പോ ഞാനും അപ്പുറത്തെ ജീനയായിട്ട് പൊക്കോളാം. നീ ഇവിടെ തന്നെ നിന്നോ. എന്നോട് അത്രയും പറഞ്ഞു കഴിഞ്ഞ് ഷീബ അവളുടെ വഴിക്ക് പോയി. എന്റെ തൊട്ട അയലത്തെ വീട്ടിലെ പെൺകുട്ടിയാണ് കേട്ടോ ഷീബ. അപ്പോ ഞങ്ങൾ അയൽക്കാരാണ്. അപ്പൊ എന്നും കാണുകയൊക്കെ ചെയ്യും, ഞങ്ങളൊക്കെ സ്വകാര്യം പറയുകയൊക്കെ ചെയ്യും. അപ്പൊ എന്റെ പാസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊരു അഫെയർ ഉള്ള കാര്യവും പിന്നെ ഇന്ന് അയാളുടെ കല്യാണവും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു പോവുമായിരുന്നു. പിന്നെ ഞങ്ങൾ കല്യാണം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുന്നതിന് പകരം ഞങ്ങൾ സ്വന്തം വീട്ടിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ താമസമാക്കിയതൊക്കെ. അത് മറ്റൊന്നും കൊണ്ടല്ല, ഹസ്ബൻഡ് വേറൊരു ജില്ലയിലാണ്, അതായത് ഡിസ്ട്രിക്ട് വേറെയാണ് ജോലി ചെയ്യുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ എനിക്കൊരു പെർമിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കാനും. പിന്നെ അവിടുന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് പഠിക്കാൻ പോകണമെന്നുണ്ടെങ്കിലും ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിലും സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ പോയിട്ട് വരാം. ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ തൊട്ടടുത്ത ദിവസത്തിന് രാവിലെ സമയമായപ്പം ഷീബ എൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ. വന്നിട്ട് ആ ഒരു സമയത്ത് തന്നെ പറഞ്ഞു, എടി പഞ്ചായത്തിൽ ഇന്ന പോലെ കോഴിയെ കൊടുക്കുന്നുണ്ട്, നമുക്ക് രണ്ടുപേർക്കും ഒന്ന് പോയിട്ട് വരാം. അവിടെ കാര്യങ്ങളെല്ലാം റെഡിയാണ്. അപ്പം നീയും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പോയിട്ട് വാങ്ങിക്കാമല്ലോ. അപ്പം അവൾക്കൊരു കൂട്ടിനായിട്ടാണ് കേട്ടോ എന്നെ വന്ന് വിളിച്ചത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഫ്രീ ആയിരുന്നു, മറ്റു ജോലികളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം ഡ്രസ്സ് കുറച്ച് വാഷ് ചെയ്തിടാനുണ്ടായിരുന്നു, അത് പിന്നെ വന്നിട്ട് വാഷ് ചെയ്തിടാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ അവളുടെ കൂടെ പോകാനൊക്കെ റെഡിയായി കേട്ടോ. അപ്പം റെഡിയായി ഇറങ്ങിയ സമയത്ത് തന്നെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ കോലം അത്ര ശരിയായിട്ടൊന്നുമില്ല, അത്യാവശ്യം ഒന്ന് ഒരുങ്ങിയിട്ടൊക്കെ വാ, നമ്മൾ പുറത്തേക്ക് പോവില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം അവള് നമ്മളിപ്പം ചങ്ങാതി എന്ന് പറയുമ്പം മനസ്സാണല്ലോ ചങ്ങാതി എന്ന് പറയുന്ന കണക്കാണ് ഓള് എൻ്റെ കൂടെ ഉള്ള ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ തിരിച്ച് റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കി, ഒന്ന് പൗഡറൊക്കെ ഇട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ പോകുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം കഥകളും കാര്യങ്ങളും പിന്നെ വിശേഷങ്ങളും പിന്നെ നാട്ടിലെ വർത്താനവും എല്ലാ കാര്യങ്ങളും അങ്ങനെ സംസാരിക്കും കേട്ടോ. മീൻസ് നാട്ടിൽ എന്ത് കാര്യങ്ങൾ നടന്നാലും ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പം ആരുടെയെങ്കിലും ഒരു കുറ്റം അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു കുറവ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും. അതൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോഴാണ് ഷീബ എൻ്റെ അടുത്ത് പറഞ്ഞത്, എടി ഷൈനി, നീ ഒരു കാര്യം അറിഞ്ഞോ? അപ്പൊ ഞാൻ ചോദിച്ചു, എന്താടി നീ ഇങ്ങനെ ഒരു ഇതായിട്ടൊക്കെ പറയുന്നത്, ഓപ്പണായിട്ട് പറഞ്ഞു എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഷീബ ഒന്ന് മടിച്ചതിന് ശേഷം പറഞ്ഞു, നീ ആ വീട് കണ്ടോ, ആ ഒരു ഇരുനില വീട്, ആ വീട്ടിലെ ചെക്കനൊരു പെണ്ണിനെ അടിച്ചോണ്ട് വന്നു. 2-3 ദിവസമായി. പിന്നെ ആ ഒരു വന്നു കയറിയ സമയത്താണെന്നുണ്ടെങ്കിൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ആയിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് പോയിട്ടാണ് കാര്യങ്ങളെല്ലാം സോൾവ് ആക്കിയത്. അപ്പം അത് കേട്ട സമയത്ത് എനിക്ക് കൂടുതൽ ക്യൂരിയോസിറ്റി വന്നു, എന്ത് പ്രശ്നങ്ങളൊക്കെയാണ് നടന്നതെന്നൊക്കെ അറിയാനൊക്കെ ആയിട്ട്. അപ്പം അവളുടെ ഹസ്ബൻഡിനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി ഇങ്ങനെ പറയണുണ്ടോ. അപ്പം അത് കേട്ടിരിക്കാനും ഒരു രസമുണ്ട്. അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മളിങ്ങനെ കേട്ടിരിക്കില്ലേ, അങ്ങനെ കേട്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. അപ്പം കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും അവളുടെ ഒരു ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരുപാട് അസൂയ തോന്നി. മറ്റൊന്നും കൊണ്ടല്ല, അവളും അവളുടെ ഹസ്ബൻഡും തമ്മിൽ ഒരുമിച്ചൊക്കെ താമസവും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് എപ്പോഴും എൻജോയ്മെന്റിലൊക്കെ തന്നെയാണ്. ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം എന്നെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ പാർട്ട്ണറും ആരും കൂടെ ഒന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു താമസവും കാര്യങ്ങളൊക്കെ. അപ്പം എൻ്റെ ആ ഒരു പ്രശ്നത്തെ കുറിച്ചൊക്കെ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു. അപ്പം പാർട്ട്ണർ ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ പറഞ്ഞു. അപ്പൊ അത് കേട്ട സമയത്താണെന്നുണ്ടെങ്കിൽ അവൾ 2 രീതി പറഞ്ഞാണ് കേട്ടോ. മറ്റൊന്നുമല്ല, ഹസ്ബൻഡ് ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ അത് വേറൊരു വൈബായിരിക്കും.
അപ്പം ഹസ്ബൻഡ് ഇല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ അത് വേറെ വൈബായിരിക്കും. അപ്പം എനിക്ക് മനസ്സിലായില്ല അവൾ എന്താ പറഞ്ഞത്. അപ്പം ഞാനിങ്ങനെ വീണ്ടും കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റിയോടെ ഞാൻ വീണ്ടും ചോദിക്കാൻ തുടങ്ങി, എന്താ നീ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞു. അപ്പം അവൾ പറഞ്ഞു, എടി അതൊന്നുമല്ല, നമ്മളിപ്പം ഹസ്ബൻഡ് അപ്പം അവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കധികം ജോലിയൊന്നും ചെയ്യണ്ടല്ലോ. ഇപ്പം അവരെ സംബന്ധിച്ച് അവരിവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി കാര്യങ്ങളൊക്കെ കൂടും. അവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, എല്ലാ കാര്യങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇവരാരും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പം രണ്ട് രീതിയിലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് ഷീബിന്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അത് കേട്ട സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്കൊരാഗ്രഹം തോന്നി. അപ്പം ഇവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ ഇവള് പറഞ്ഞു കേട്ട സമയത്ത് ആ ഒരറിവ് മാത്രമല്ലേ ഉള്ളൂ എനിക്ക്. അപ്പം ഞാൻ ഷീബ എടുത്ത് പറഞ്ഞു, ഈ ഒരു ദിവസം ഹസ്ബൻഡും കുട്ടിയൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിലേക്കൊന്ന് പോവാം, എൻ്റെ വീട്ടിലേക്ക്. അപ്പം നിങ്ങൾക്കൊരു ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാമല്ലോ. ഒരിക്കലും നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ, അയലത്തെ വീട്ടുകാരാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത് കേട്ട സമയത്താണെന്നുണ്ടെങ്കിൽ ഷീബയ്ക്കും കുഴപ്പമൊന്നുമില്ല, ഞങ്ങളൊരു ദിവസം വരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നമ്മുടെ പള്ളിയുടെ പെരുന്നാളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പം ആ ഒരു സമയത്ത് വന്നാൽ മതി. അതാകുമ്പം അന്ന് ദിവസം നമ്മുടെ വീട്ടിൽ തന്നെ കൂടാമല്ലോ. അത് കേട്ട സമയത്താണെന്നുണ്ടെങ്കിൽ അവൾക്ക് സന്തോഷമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നും വെക്കണ്ടല്ലോ, ആ സമയത്ത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം കഴിച്ചിട്ടൊക്കെ പോകാമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചോട്ടോ. അങ്ങനെ പെരുന്നാൾ ദിവസം രാവിലെ ആയിരുന്നു. ആ സമയമായപ്പോൾ തന്നെ ഫാമിലി ആയിട്ട് അവളിഞ്ഞ് പോയിരുന്നു. രാവിലെ തന്നെ ആള് വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഹാപ്പിയായി, ഞാൻ എല്ലാ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, രാവിലെ തന്നെ അപ്പവും സ്റ്റൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവളും ഹസ്ബൻഡും രണ്ടുപേരും ഒരുമിച്ചുണ്ട്, കുട്ടിയുണ്ട്. അപ്പം ഞാൻ ഇവർക്ക് രണ്ടുപേർക്കായിട്ട് അപ്പവും സ്റ്റൂവും ആദ്യം വിളമ്പി. അങ്ങനെ ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കിയ സമയത്ത് തന്നെ അവളുടെ ഹസ്ബൻഡാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ടേസ്റ്റ് ചെയ്തു. ടേസ്റ്റ് ചെയ്തതിനു ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, ആഹാ ഷൈനി നല്ലൊരു കുക്കാണല്ലോ, നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ ഏകദേശം ഒരു ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അത് കേട്ട സമയത്ത് നമ്മളൊന്ന് പൊങ്ങിപ്പോകല്ലോ. മറ്റൊന്നുമല്ല, ഒന്ന് പുകഴ്ത്തി പറയുന്നത് തന്നെ നമുക്കൊരു ആശ്വാസമാണല്ലോ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ആരും അധികം ഒന്നും ടേസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം പുള്ളി അങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഷീബയെ ഒന്ന് ജസ്റ്റ് ഒന്ന് താഴ്ത്തിയാണ് കേട്ടോ അയാൾ പറഞ്ഞത്. മറ്റൊന്നുമല്ല, ഷീബ ഉണ്ടാക്കുന്നൊന്നും അത്ര ടേസ്റ്റും കാര്യങ്ങളൊന്നും വരത്തില്ല എന്നുകൂടി പറഞ്ഞപ്പോൾ എനിക്കൊന്നുകൂടെ സന്തോഷമായി കേട്ടോ. മറ്റൊന്നുമല്ല, അപ്പോൾ ഷേജയ്ക്ക് അവളുടെ മുഖം ഒന്ന് വാടിയിട്ടുണ്ട്, അത് ഞാൻ കണ്ടു കേട്ടോ. അതിനുശേഷം അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, അവർ തമ്മിലൊരു കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് കണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സമയം പോകുന്ന അറിയത്തില്ല കേട്ടോ. അപ്പം ഞാൻ അവരുടെ അടുത്ത് വീണ്ടും ഇങ്ങനെ പറഞ്ഞു, അപ്പം ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടൊക്കെ വരാം, ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അപ്പം ആർക്കെങ്കിലും ഒരു പ്രസൻസും കാര്യങ്ങളൊക്കെ വേണമല്ലോ എന്നൊക്കെ ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ചോറുണ്ടാക്കി കേട്ടോ. ചോറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് ആയിരുന്നു ഉണ്ടാക്കിയത്. ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉച്ചയ്ക്ക് നല്ലൊരു ലഞ്ച് തന്നെ ഞാൻ സെറ്റാക്കി വെച്ചേട്ടോ. അപ്പം അവരൊത്ത് ഇരുന്ന് കഴിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു, അതായത് മോള് വന്നിട്ടുണ്ടായിരുന്നു. മോള് വന്നിട്ട് മോളെയും പിടിച്ചിട്ട് അവരുടെ കൂടെ നിന്ന് ഭക്ഷണം കഴിപ്പിച്ചു. അപ്പം വല്ലാത്തൊരു സന്തോഷം കാര്യങ്ങളൊക്കെ ഒരു പെരുന്നാൾ ദിവസമായിട്ട് അവരായിട്ടൊക്കെ ഒരുമിച്ചിരിക്കാൻ പറ്റുമല്ലോ എന്നുള്ള സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു ഈവനിങ് ടൈം ആയപ്പം അവളും ഹസ്ബൻഡും പോയി, കുട്ടി എല്ലാവരുമായിട്ട് പോയി. അതിനുശേഷം ഭയങ്കര ഒരു ഏകാന്തതയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അതുവരെ ഉണ്ടായിരുന്നൊരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോയതുപോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. അങ്ങനെ വൈകുന്നേര സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ കിടന്ന് റിങ് ചെയ്യുന്നു. അപ്പം ചെന്ന് നോക്കിയ സമയത്ത് എൻ്റെ ഹസ്ബൻഡായിരുന്നു വിളിച്ചുകൊണ്ടിരിക്കുന്നത്. വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്കിന്ന് ഗസ്റ്റ് ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ഭക്ഷണമൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കേട്ട സമയത്ത് ഹസ്ബൻഡിന് സന്തോഷമായി, ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടല്ലോ നമ്മുടെ വീട്ടിലേക്ക് എന്നൊക്കെ ആ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളുടെയും അവളുടെ ഹസ്ബൻഡിൻ്റെയും
ആ ഒരു കെമിസ്ട്രിയെ പറ്റിയൊക്കെയാണെന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. അപ്പം പുള്ളിക്ക് നല്ല ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കേട്ടിരിക്കുന്ന സമയത്ത്. ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഏകദേശം ഒരു 1 month 2 months ഒക്കെ കഴിയുമ്പോൾ തന്നെയാണ് കേട്ടോ. മറ്റൊന്നുമല്ല, ഒരു ഡിസ്റ്റൻസ് ലവ് ആയിരുന്നു ഞങ്ങളുടെ തന്നെ. തൊട്ടപ്പുറത്തെ ആ ഒരു പ്ലേസും പിന്നെ ഇപ്പുറത്തെ പ്ലേസും അത്രയും ഡിസ്റ്റൻസും കാര്യങ്ങളുണ്ട്, നല്ല ദൂരമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏട്ടൻ ലീവിന് വരുന്ന സമയം ഏകദേശം കുറച്ച് ലേറ്റ് ആവുമായിരുന്നു. പിന്നെ ഞാൻ അവർ രണ്ടുപേരെയും കാണുന്ന സമയത്ത് ഞാനിങ്ങനെ ചോദിക്കും, ഇനി നിങ്ങൾ എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്? അന്ന് വന്ന സമയത്ത് അത് പിന്നെ പോയതാണല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിക്കുന്ന സമയത്ത് രണ്ടുപേരും മറുപടി പറയും, ഒരു ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് വരാം എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു ഈവനിങ് സമയമായപ്പോൾ ഷീബയുടെ ഹസ്ബൻഡ് വീട്ടിലേക്ക് വന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പരിചയമില്ലാത്ത മനുഷ്യൻ പെട്ടെന്ന് കയറി വന്ന കണ്ട സമയത്ത് തന്നെ എന്താണെന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പം പറഞ്ഞു, താൻ കുറച്ച് നാളായിട്ട് വിളിക്കുന്നതല്ലേ, അപ്പം ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരണം എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കയറിയിരിക്കാൻ പറഞ്ഞു. കയറി നിന്ന സമയമാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നി എന്തെങ്കിലും ചായ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ അടുക്കളയിൽ പോയതിനു ശേഷം ചായയും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ചായയൊക്കെ കൊണ്ടു കൊടുത്തു. അപ്പം ചായ കുടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ആളെന്നെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞു, നല്ല ചായയൊക്കെ ഇട്ടിട്ടുണ്ട്, നന്നായിട്ട് കുക്കിങ് കാര്യങ്ങളൊക്കെ നല്ല വശമുള്ള ആളാണെന്ന് തോന്നുന്നല്ലോ. ഈ ഒരു കുക്കിങ് ഇങ്ങനെ ഒരു പാഷനായിട്ട് കൊണ്ട് നടക്കണ്ട, കുറച്ചുകൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹോട്ടലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റായി പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ പുള്ളിയുടെ ആ ഒരു അപ്രീസിയേഷനൊക്കെ കിട്ടിയ സമയത്ത് തന്നെ ഞാൻ പുള്ളിയുടെ തന്നെ പറഞ്ഞു. മറ്റൊന്നുമല്ല, എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ പോലും ഇത്രയും നന്നായിട്ട് എന്നെ ഒന്നും പുകഴ്ത്തി പറഞ്ഞിട്ടില്ല ലൈഫിൽ. അപ്പം ഇങ്ങനെ നന്നായിട്ട് പുകഴ്ത്തി പറയുന്ന സമയത്ത് ആർക്കായാലും എന്താ പറയുക, ഇങ്ങനെയൊക്കെ തോന്നും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതായത് പൊങ്ങിപ്പോകും എന്നൊക്കെ പറഞ്ഞു. അപ്പം അത് കേട്ട സമയത്ത് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, അതുകൊണ്ടൊന്നും പറഞ്ഞതല്ല, ഷൈനി നല്ലൊരു കുക്കാണ്, അതെനിക്ക് തോന്നി, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞാണ്, നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്കൊക്കെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു 5 മിനിറ്റ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്നാക്സ് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു. അപ്പം പുള്ളി പെട്ടെന്ന് ഒന്ന് മടിച്ചെങ്കിലും ഏതായാലും താൻ പറഞ്ഞതല്ലേ, ഇട്ടുകൊണ്ട് വന്നാലൊന്ന് കഴിച്ചു നോക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ അടുക്കളയിൽ പോയതിനു ശേഷമാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഓംലെറ്റ് ഇങ്ങനെ സെറ്റാക്കിയതിനു ശേഷം പിന്നെ അതിനകത്ത് കുറച്ച് ചപ്പാത്തി ഇട്ടു. അങ്ങനെ മുട്ട പുഴുങ്ങിയിട്ട് ബോയിൽ ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് സെറ്റാക്കി വെച്ചു. അതിനുശേഷം ഒരു കാഷ്നട്ടും പിന്നീട് പനീറും ഒക്കെ വെച്ചിട്ട് ഒരു ജസ്റ്റ് ഒരു മിക്സ് ആക്കി ഒരു മയോനീസ് പോലൊക്കെ ആക്കിയതിനു ശേഷം അത് അതിനകത്തോട്ട് ചാലിച്ചതിന് ശേഷം ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് എൻ്റെ പിന്നിൽ ആരെങ്കിലും വന്നിരിക്കുന്നതൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്തു. അപ്പം പുള്ളിയായിരുന്നു വന്ന സമയത്ത്. അപ്പം പുള്ളി വന്നിട്ട് ചോദിച്ചു, എന്തെങ്കിലും ഹെൽപ്പ് എന്തെങ്കിലും വേണോ, ഞാനവിടെ ചുമ്മാ ഇരിക്കല്ലേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നും വേണ്ട, അവിടെ പോയിരുന്നാൽ മതി, ഞാൻ ഫുഡ് റെഡിയാക്കി കൊണ്ടുതരാം എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ പുള്ളിയെ പിടിച്ച് അവിടെ ഇരുത്തി ശേഷം ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന, ആരും മയങ്ങി പോകുന്ന ഒരു ഫുഡാണ്. അപ്പം അത് ഞാനിങ്ങനെ സെറ്റാക്കി വെച്ചു. അങ്ങനെ കുറച്ച് ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം ആൾക്ക് ഞാൻ കൊണ്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം അത് ടേസ്റ്റ് ചെയ്തതിന് ശേഷം തന്നെ പുള്ളി പറഞ്ഞു, സൂപ്പർ സാധനം എന്ന് പറഞ്ഞു. അത് കേട്ട സമയത്ത് ഞാൻ പറഞ്ഞു, എന്തെങ്കിലും എന്നെ പുകഴ്ത്തി പറയാനായിട്ട് ഇങ്ങനെ പറയുന്നു വേണ്ട, എന്തെങ്കിലും കുറവോ കുറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഷൈനിയുടെ ഈ ആറ്റിറ്റ്യൂഡാണ് നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നത്, അതായത് ആ ഒരു ഭാവവ്യത്യാസമില്ലാത്ത പെരുമാറ്റവും കാര്യങ്ങളും അതൊക്കെ ആർക്കായാലും ഇഷ്ടപ്പെട്ടു പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അതൊക്കെ ഒരു പാരമ്പര്യമായിട്ട് കിട്ടിയ കാര്യങ്ങളാണ് ചേട്ടാ, മറ്റൊന്നുമല്ല, അമ്മയ്ക്കും അച്ഛനും എല്ലാവരും ആ ഒരു പാറ്റേൺ പിന്തുടർന്നു വരുന്ന ആൾക്കാരായിരുന്നു, അതുകൊണ്ടാണ് ഞാനും ചിലപ്പോൾ അങ്ങനെ ആയത് എന്നിങ്ങനെ പറഞ്ഞു. എടോ, ഞാൻ തമാശ പറഞ്ഞൊന്നുമല്ല കേട്ടോ, താനുണ്ടാക്കുന്ന ഫുഡിന് നല്ല ടേസ്റ്റും കാര്യങ്ങളും ഉണ്ട്, നല്ല രുചിയുണ്ട്. ഇതേ ഒരു പാറ്റേൺ താൻ ഫോളോ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ തനിക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ എന്നെ ഇങ്ങനെ പുകഴ്ച പറയുന്നത് കേട്ട സമയത്ത് തന്നെ എനിക്കും നല്ല സന്തോഷമായി കേട്ടോ. അപ്പം ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ പോരെ, ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാം,
ഭക്ഷണം എന്തെങ്കിലും കഴിക്കാം. ഇവിടെ വേറെ ആരും ഇല്ലല്ലോ ചേട്ടാ. ഇടയ്ക്ക് മോക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നതല്ലാതെ മറ്റാർക്കും ഇല്ലല്ലോ. പിന്നെ ഹസ്ബൻഡ് വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ 2 മാസം കൂടുമ്പോഴേ ഉള്ളൂ. അല്ലാതെ ഇവിടെ അങ്ങനെ ഞാനിങ്ങനെ ഉണ്ടാക്കും, പിന്നെ ആർക്കും കൊടുക്കുന്നില്ലല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട സമയത്താണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് നല്ല സന്തോഷമായി. ഇടയ്ക്കും ഇതേപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനും കാര്യങ്ങളൊക്കെ വരാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പുള്ളി എൻ്റെ അടുത്തും ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ആ ഒരു സമയമായപ്പം പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, ഷൈനി ഇവിടെ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ, പുറത്തോട്ടൊന്നും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഷീബയും കൂടെ പുറത്തെപ്പോഴും പോകാറുണ്ട്. അപ്പം ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടെങ്കിൽ പൊക്കോ, ഞങ്ങൾക്കൊരു കൂട്ടാവുമല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം അത് കേട്ട സമയത്ത് അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവില്ലേ. അപ്പം ഞാൻ ആ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ പൊക്കോ, ഞാൻ ആ ഹസ്ബൻഡ് വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ ഒരുമിച്ച് പൊക്കോളാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പം പുള്ളി വീണ്ടും എന്നെ നിർബന്ധിച്ചു, കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുടെ കൂടെ വരുന്ന സീന് അങ്ങനെ മടിയൊന്നും കാണിക്കണ്ട, പക്ഷെ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വന്നോ, നമ്മൾ ജസ്റ്റ് ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങും, പിന്നെ എന്തെങ്കിലും ഒരു സിനിമയൊക്കെ കാണും, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇതിന് ശേഷം പിന്നെ തിരിച്ചു വരും, അതൊക്കെ ഉള്ളൂ. അപ്പോൾ ഷൈനി വരികയാണെന്നുണ്ടെങ്കിൽ വാ എന്നൊക്കെയാണ് പറഞ്ഞു. പക്ഷേ പുള്ളിയുടെ ആ ഒരു നല്ല രീതിയിലുള്ള പെരുമാറ്റവും കാര്യങ്ങളും പെട്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നോക്കട്ടെ, സമയം പോലെ, പിന്നെ മോളുടെ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ, അവളെ സ്കൂളിൽ വിടണം, പിന്നെ ഭക്ഷണമെല്ലാം റെഡിയാക്കി കൊടുക്കണ്ടേ, അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വരാം എന്നൊക്കെ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അത് കേട്ട സമയത്ത് അവർക്കും സന്തോഷമായി. അങ്ങനെ പുള്ളി അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ അന്നത്തെ ദിവസത്തെ രാത്രിയായ സമയത്താണെന്നുണ്ടെങ്കിൽ ഷീബ എന്നെ വിളിച്ചു, കോളിൽ വിളിച്ചു, എടി ഷൈനി, നാളെ ഞങ്ങളൊരു ടൂറ് പോകുന്നുണ്ട്, ഏട്ടൻ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നോ, അപ്പം നീ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാം എന്ന് ഷൈനി എൻ്റെ അടുത്ത് പറഞ്ഞു. അത് കേട്ട സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം ഒരു മടിയായിരുന്നു, കാരണം അവരുടെ കൂടെ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ. പിന്നെ അവളിങ്ങനെ കൂടുതൽ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ നോക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഈ ഫോൺ കട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ അന്നത്തെ ദിവസമാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് വിളിച്ച സമയത്ത് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് അനുവാദം ചോദിച്ചു, ഇതുപോലെ ഞങ്ങളെ അവരിങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് പോകാനാണ്, എന്തുവാണെന്ന് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നീ പോയിട്ടോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി അവരുമായിട്ട് ടൂർ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. ഈ ഒരു കഥയുടെ ബാക്കി ഭാഗം ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തേക്കാം. അപ്പം കഥ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.